മഹാപ്രളയത്തെ അതിജീവിച്ച നിർമ്മാണത്തിൻ്റെ മികവ്. വൻമരങ്ങൾ കടപുഴകി വന്നിടിച്ചിട്ടും അനക്കമേൽക്കാത്ത കരുത്തിൻ്റെ പ്രതീകം. MGR, രാജ്കുമാർ, പ്രേംനസീർ, സത്യൻ, ഷീല തുടങ്ങി ഒട്ടേറെ താരങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങൾക്കൊപ്പം അഭ്രപാളികളിൽ തെളിഞ്ഞ ദൃശ്യവിസ്മയം. 85 നിറവിലെത്തി നിൽക്കുന്ന നേര്യമംഗലം പാലത്തെക്കുറിച്ച് പറയാൻ വിശേഷണങ്ങൾ ഏറെയാണ്. മാർച്ച് 2 തിരുവിതാംകൂർ മഹാരാജാവ് രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. 1961-ലും 2018-ലും 2019-ലും ഉണ്ടായ പ്രളയങ്ങളെ അതിജീവിച്ച പാലത്തിന് ഇപ്പോഴും തെല്ലും ബലക്ഷയമില്ലെന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് വിദഗ്ധൻ്റെ രൂപകൽപ്പനയിൽ പിറവിയെടുത്ത ഈ പാലം അക്കാലത്തെ എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഹൈറേഞ്ചിൽ നിന്നും തേയിലയും സുഗന്ധവിളകളും കൊച്ചിയിലെത്തിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് പാലം. 214 മീറ്റർ നീളവും 4.90 മീറ്റർ വീതിയുമുള്ള 5 ആർച്ചുകളുമുള്ള പാലം ഏഷ്യയിലെ ആദ്യ A ക്ലാസ് പാലമെന്ന് ബഹുമതിയും സ്വന്തമാക്കിയിട്ടുണ്ട്. മൂന്നാറിലേക്കുള്ള പ്രധാന യാത്രാമാർഗമാണ് ഈ പാലം. നേര്യമംഗലത്ത് ഇടുക്കി, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ച് പെരിയാറിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. പാലം നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ മൂന്നാർ ഭാഗത്തേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായിരുന്നു. 1931 മാർച്ചിൽ തിരുവിതാംകൂർ മഹാറാണി റീജന്റ് സേതുലക്ഷ്മി ഭായി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരുന്നു. 1872-ൽ ബ്രിട്ടീഷുകാർ മൂന്നാറിൽ തേയിലത്തോട്ടങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. കാലക്രമേണ തേയില ഫാക്ടറികൾ ഉയർന്നു. കൊളുന്ത് ഫാക്ടറികളിലെത്തിക്കാനും മറ്റുമായി മൂന്നാറിൽ റെയിൽപാതയും വികസിപ്പിച്ചിരുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയില റോപ്വേയിലും റോഡ് മാർഗവുമായി തേനി വഴി തൂത്തുക്കുടിയിലെത്തിച്ച് കപ്പലിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പതിവ്. 1924 ജൂലൈയിൽ ഉണ്ടായ മഹാപ്രളയത്തിൽ, അതായത് 99-ലെ വെള്ളപ്പൊക്കം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വെള്ളപ്പൊക്കത്തിൽ മൂന്നാറിലെ ഗതാഗത സംവിധാനങ്ങൾ പാടെ താറുമാറായി. റെയിലും റോപ്വേയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ നിർമ്മിതിക്കായി സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ നേരത്തെ കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി, പീണ്ടിമേട്, കുറത്തിക്കുടി, മാങ്കുളം വഴി മൂന്നാറിലെത്തുന്ന തരത്തിൽ റോഡ് നിർമ്മിച്ചിരുന്നു. 99-ലെ വെള്ളപ്പൊക്കത്തിൽ പീണ്ടിമേട് ഭാഗത്ത് കരിന്തിരി മലയിടിഞ്ഞ് റോഡ് ഇല്ലാതായതോടെ സുരക്ഷിത യാത്രാമാർഗം നഷ്ടമായി. തുടർന്നാണ് 1927 ഒക്ടോബറിൽ കോതമംഗലം, നേര്യമംഗലം വഴി മൂന്നാർ റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ പാലം നിർമ്മിച്ചത്. സിമെൻറ്റിന് പകരം കുമ്മായവും ശർക്കരയും കൂട്ടിയുള്ള സുർക്കി മിശ്രിതമാണ് പാലം നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിനെത്തുന്ന മഹാരാജാവിന് വിശ്രമിക്കാനും പിൽക്കാലത്തെ ആവശ്യങ്ങൾക്കുമായി പാലത്തിനു സമീപം ടൂറിസ്റ്റ് ബംഗ്ലാവും നിർമ്മിച്ചിരുന്നു. ഇരുകരകളിലും അപ്രോച്ച് റോഡ്, പുൽത്തകിടി, പൂന്തോട്ടം മുതലായവയും ഇവിടെ നിർമ്മിച്ചിരുന്നു. പ്രദേശത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ കുറച്ച് ഭാഗത്ത് തേയിലച്ചെടികളും നട്ടുപിടിപ്പിച്ചിരുന്നു. ഇരുകരകളിലും പുഴയിലേക്ക് ഇറങ്ങാൻ മനോഹരമായ കൽപ്പടവുകളും അപ്രോച്ച് റോഡിൻ്റെ വശങ്ങളിൽ കരിങ്കൽ തൂണുകളും ഇതിന് സമീപത്ത് 1 മീറ്റർ ഉയരത്തിൽ അലൂമിനിയത്തിൽ തീർത്ത വലകളും സ്ഥാപിച്ചിരുന്നു. ഇവയെല്ലാം പിൽക്കാലത്ത് നശിപ്പിക്കപ്പെട്ടു. പൈതൃക സ്മാരകമായി സൂക്ഷിക്കാമായിരുന്ന TB ഏതാനും വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചുമാറ്റി.